ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബലി. അതായത് നമ്മളിൽ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ട്രേഡും ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ. എന്നാൽ നമ്മളുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു എവല്യൂഷൻ, ഒരു പരിണാമം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ചരിത്രപ്രധാനമായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എവല്യൂഷൻ പരിണാമം സംഭവിച്ച് ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ പരമാവധി കൺസൈസ് ആയിട്ട്, അതായത് പരമാവധി വീഡിയോ ചുരുക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ദ എവല്യൂഷൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഹെൽപ്സ് us ലേൺ ഹൗ ഫൈനാൻഷ്യൽ സിസ്റ്റംസ് ഡെവലപ്ഡ് ഓവർ സെഞ്ചുറീസ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ആൻഡ് മേജർ ഇവൻറ്റ്സ് ഓഫർ ലെസൺസ് ഫോർ മോഡേൺ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. അതായത് നമ്മുടെ ഈ ഷെയർ മാർക്കറ്റ് ഈ ഒരു രീതിക്കുള്ള, അതായത് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ ഗ്രോ, അപ്സ്റ്റോക്ക്, സെറോദ പോലെയുള്ള വളരെ എന്താ പറയുക ഫൈനസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആപ്പാണല്ലേ, ട്രേഡിംഗ് ആപ്പാണല്ലേ. ആ ഒരു രൂപം കൊള്ളുന്നതിന് മുമ്പ് പല ഏരിയാസിൽ അല്ലെങ്കിൽ പല എന്താ പറയുക ഡ്രോബാക്സ്, പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ഓരോ ട്രേഡിംഗ് രീതികളിൽ. പണ്ട് പേപ്പറിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. ആ ഒരു സമയം വളരെ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചു. പിന്നീട് മാർക്കറ്റ് ക്രൈസിസ് വന്നപ്പോഴേ ഇതൊക്കെ തരത്തിൽ നേരിട്ടു. അതിനുശേഷം പിന്നീടും നമ്മുടെ ഷെയർ മാർക്കറ്റ് ഉത്ഭവം, അതായത് കുറച്ചും കൂടി രൂപാന്തരപ്പെട്ടിട്ട് ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വൈ സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ്? എന്തിന് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി അറിയണം എന്ന് ചോദിച്ചാൽ, അണ്ടർസ്റ്റാൻഡ് ഹൗ മാർക്കറ്റ്സ് എവോൾവ്ഡ് ഓവർ ടൈം. ചരിത്രം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ള കാര്യമല്ലേ. സോ ജസ്റ്റ് നിങ്ങളതൊന്ന് അറിഞ്ഞിരിക്കുക അല്ലേ. ലേൺസ് ഫ്രം ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ആൻഡ് മേജർ ഇവൻറ്റ്സ്. പല മേജറായിട്ടുള്ള ഇവൻറ്റുകൾ സംഭവിക്കുമ്പോഴും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്രീഷിയേറ്റ് ദ ഗ്ലോബൽ ഇൻ്റർ കണക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റംസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ദ ഒറിജിൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഗ്ലോബലി. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഒറിജിനലാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഉത്ഭവം എന്നൊക്കെ പറയുന്ന ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രിയേറ്റഡ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ആംസ്റ്റർഡാം ബൈ ഇഷ്യൂയിങ് ഷെയർസ് ടു ദ പബ്ലിക്. അതായത് പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആരാണ് ചെയ്തത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ചെയ്തത് അല്ലേ. ഫസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ആംസ്റ്റർഡാം. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാമിലുള്ളതാണ്. ഓക്കെ, ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഒരു പിക്ചർ നമ്മൾ, അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, ഏർലി സ്റ്റോക്ക് മാർക്കറ്റ്സ് ഫോക്കസ്ഡ് ഓൺ ട്രേഡിംഗ് കമ്പനീസിനെയാണ് കൂടുതലായിട്ടും പണ്ടത്തെ ഏർലി സ്റ്റോക്ക് മാർക്കറ്റ് ഫോക്കസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിഗാൻ ഇൻ 1698. 1698. അതായത് നമ്മുടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ആംസ്റ്റർഡാമിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ആദ്യമായി ഷെയർ ജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്തതിന് ശേഷം 1698 നമ്മുടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപാന്തരപ്പെട്ടത്. ഓക്കെ, ഫോളോഡ് ബൈ ദ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ 1792. ഓക്കെ, നമ്മുടെ അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1792. ഓക്കെ, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന USA ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലും ഉണ്ടായിട്ടുള്ളത്. മാർക്കിംഗ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്ട്രക്ചറൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. അതിനുശേഷമാണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസും വന്നിട്ടുള്ളത്. ഓക്കെ, ഓൾഡ് ഇല്ലുസ്ട്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, മൈൽ സ്റ്റോൺസ് ഇൻ വെസ്റ്റേൺ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അതായത് വെസ്റ്റേൺ സ്റ്റോക്ക് മാർക്കറ്റ്സിലെ പലതരത്തിലുള്ള നാഴികക്കല്ലുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, മൈൽ സ്റ്റോൺ. 19th century ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫ്യൂവൽഡ് ദ ഗ്രോത്ത് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്സ്. 19ാം നൂറ്റാണ്ടിലെ
ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന സംഭവം അല്ലേ, അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തിനെ, വളർച്ചേനെ ശക്തമായിട്ട് ബാധിച്ചു, അല്ലെങ്കിൽ ശക്തമായിട്ട് അതിനെ പ്രചോദിപ്പിച്ചു അല്ലേ. ഫിനാൻസിങ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ആ ഒരു വ്യാവസായിക വിപ്ലവ സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഫൈനാൻസിങ്, അതായത് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരുപാട് ആളുകൾ ആ ഒരു കമ്പനീസിനൊക്കെ ലോൺ കൊടുത്തിട്ട്, കാരണം ആ ഒരു ടൈം പീരീഡിൽ അവരുടെ കമ്പനീൻ്റെ ഗ്രോത്തൊക്കെ നല്ല ശക്തമായിട്ട് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വരുന്നതോടൊപ്പം തന്നെ ആ കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കൂടുതലായിട്ട് റിട്ടേൺ കിട്ടാൻ തുടങ്ങി. സോ എല്ലാവരും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ കൂടുതലായിട്ടും പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. ഇൻ 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിലെ ഒരു ടൈം പീരീഡിൽ എന്ത് സംഭവിച്ചു? ക്രിയേഷൻ ഓഫ് റെഗുലേറ്ററി ബോഡീസ് ലൈക്ക് SEC, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ ഷോർട്ട് ഫോമാണ് SEC എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു റെഗുലേറ്റിംഗ് ഏജൻസിയാണ് USA SEC എന്ന് പറയുന്നത്. എൻഹാൻസ്ഡ് ഇൻവെസ്റ്റർ ട്രസ്റ്റ് ആൻഡ് മാർക്കറ്റ് ട്രാൻസ്പെറൻസി. അത് രൂപാന്തരപ്പെടുന്ന, അല്ലെങ്കിൽ SEC വരുന്നതിന് മുമ്പ് നമ്മുടെ അവിടെയുള്ള, അതായത് USA ഇൻവെസ്റ്റേഴ്സിനൊക്കെ കുറച്ച് ഭയം ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ ഫണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ല എന്നുള്ളൊരു തോന്നൽ. അതുപോലെ തന്നെ പല മാൽ പ്രാക്ടീസുകളും നടന്നാലോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ ആ ഒരു സമയത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ SECയുടെ വരവോട് കൂടി ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ പരമാവധി പരിഹാരം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി 21ാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിച്ചു നോക്കാം. ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ഗ്ലോബലൈസേഷൻ മെയ്ഡ് സ്റ്റോക്ക് മാർക്കറ്റ്സ് മോർ ആക്സസിബിൾ ആൻഡ് ഇൻ്റർകണക്റ്റഡ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ അപ്സ്റ്റോക്സ്, സെറോദ, ഗ്രോ, ഫയേഴ്സ് പോലെയുള്ള പല പ്ലാറ്റ്ഫോംസും ഇപ്പം അതിൻ്റെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി പരമായിട്ടാണ് ഇപ്പം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു സംഭവമൊക്കെ എവല്യൂഷൻ, അതായത് പരിണാമം സംഭവിച്ചു വന്നത് 21st സെഞ്ച്വറിൻ്റെ ഒരു ആരംഭത്തിലാണ് അല്ലേ. ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആദ്യം USA പോലെയുള്ള ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ആദ്യം വന്നതിന് ശേഷം നമ്മളുടെയൊക്കെ കൺട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ദ ബിഗിനിങ് ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇനി നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബിഗിനിങ് വളരെ ബേസിക്കായിട്ട് സംസാരിക്കാൻ പോവാണ്. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE വാസ് എസ്റ്റാബ്ലിഷ്ഡ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആണ്. ഓക്കെ, മേക്കിംഗ് ഇറ്റ് ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1875 അത് വന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ട്രേഡിംഗ് ഇനീഷ്യലി ടുക്ക് പ്ലേസ് അണ്ടർ എ ബനിയാൻ ട്രീ ഇൻ മുംബൈ വിത്ത് ട്രേഡേഴ്സ് ഡീലിംഗ് ഇൻ കമ്മോഡിറ്റീസ് ലൈക്ക് കോട്ടൺ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതായത് ആ ഒരു ടൈം പീരീഡിൽ 1875 ടൈം പീരീഡിൽ ആദ്യമായിട്ട് വ്യാപാരം, അതായത് ട്രേഡിംഗ് ടുക്ക് പ്ലേസ്, വ്യാപാരം നടന്നത് ഒരു ബനിയാൻ ട്രീയുടെ അടിയിലാണ്, അല്ലെങ്കിൽ ഒരു ആൽമരത്തിൻ്റെ അടിയിലായിരുന്നു ഇൻ മുംബൈയിൽ. ഓക്കെ, വിത്ത് ട്രേഡേഴ്സ് ഡീലിംഗ് ഇൻ കമ്മോഡിറ്റീസ് ലൈക്ക് കോട്ടൺ ആയിരുന്നു അവിടുത്തെ വ്യാപാരികൾ കൂടുതലായിട്ടും ട്രേഡ് ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏർലി ട്രേഡിംഗ് ആക്ടിവിറ്റീസ് വർ ഇൻഫോർമൽ ബട്ട് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ആ ഒരു സംഭവമാണ് ഇന്ത്യയിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ദ റൈസ് ഓഫ്, ഓക്കെ, നമ്മൾ ഷെയർ മാർക്കറ്റ് ഓഫ് ബോംബെ 1865. ജസ്റ്റ് നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ട്, ഒരുപാട് ആളുകൾ അവിടുന്ന് വ്യാപാരം നടത്തുന്ന ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളിനി അടുത്ത സംസാരിക്കാൻ പോകുന്നത് ദ റൈസ് ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അൺഓർഗനൈസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്തിരുന്നൊരു സമയത്ത് ഒരു ഓർഗനൈസ്ഡ് ട്രേഡിങ്ങിൻ്റെ ഒരു ഉദയം സംഭവിച്ചത് ആണ് ഇനി നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. 1956 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിക്കെയിം ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ടു ബി ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ്. ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും ആദ്യം റെക്കഗ്നൈസ് ചെയ്തത് 1956 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഏറ്റവും ആദ്യം റെക്കഗ്നൈസ് ചെയ്ത ഫസ്റ്റ് എക്സ്ചേഞ്ച്. 1992 ലോഞ്ച് ഓഫ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മൾ ഈ കാണുന്ന വളരെ നൂതനപരമായിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് NSE എന്ന് പറയുന്നത് അല്ലേ. ഇൻട്രൊഡ്യൂസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഇന്ത്യയിൽ ആദ്യമായിട്ട്
ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് തന്നെ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1992 കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. റെഡ്യൂസിങ് ഹ്യൂമൻ എറർ ആൻഡ് ഇൻക്രീസിങ് എഫിഷ്യൻസി. നമ്മളുടെ എന്താ പറയുക, മനുഷ്യർ ഡീൽ ചെയ്തിരുന്ന പേപ്പർ വർക്കുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ടെക്നോളജി ഏറ്റെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മനുഷ്യരുടേതായിട്ട് വരുന്ന പല എന്താ പറയുക തെറ്റുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രിയേഷൻ ഓഫ് സെബി വന്നു. പിന്നീട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫോർ റെഗുലേറ്ററി ഓവർസൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ SECയുടെ അതേ ധർമ്മം തന്നെയാണ് സെബി ഇന്ത്യയിൽ വഹിക്കുന്നത്. ട്രാൻസിഷൻ ഫ്രം ഫിസിക്കൽ ഷെയർസ് ടു ഡിജിറ്റൽ ഷെയർസ്. അതായത് മുമ്പ് ആളുകൾ പേപ്പറിൽ എഴുതി വെച്ചിരുന്ന ഷെയർ അല്ലെങ്കിൽ മുദ്രപത്രത്തിൽ എഴുതി വെച്ചിരുന്ന ഷെയർ എന്ന് പറയുന്ന സംഭവം പിന്നീട് ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതൊക്കെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇതൊക്കെ ഒരു എന്താ പറയുക അതായത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിസസ് ലൈക്ക് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി ആസ് ബെഞ്ച് മാർക്ക് ഫോർ മാർക്കറ്റ് പെർഫോമൻസ്. നമ്മളൊക്കെ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഇന്ന് ഏകദേശം എക്സ്പയറി ഡേ ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്ക്ലി എക്സ്പയറിയിലുള്ളത് ആകെ സെൻസെക്സും നിഫ്റ്റിയും മാത്രമാണ്. എന്താ പറയുക, മിഡ് ക്യാപ്പ്, ഫിൻ നിഫ്റ്റി, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി പോലെയുള്ളതൊക്കെ ഓൾറെഡി സെബി എടുത്ത് കളഞ്ഞിട്ടുണ്ടല്ലേ. സോ പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ഈ സംഭവം തന്നെ സെൻസെക്സും നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് മേജർ ഗ്ലോബൽ ഇവൻറ്റ്സുകളെ പറ്റിയിട്ട് സംസാരിക്കാം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് വാച്ച് ചെയ്യുക. ഗ്രോത്ത് ഓഫ് സെൻസെക്സ് ഓവർ ഡെക്കേഡ്സ്. ഇന്ത്യയുടെ സെൻസെക്സിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മേജർ ഗ്ലോബൽ ഇവൻറ്റ്സ് ദാറ്റ് ഷേപ്ഡ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എവിടെയാണ് അത് സംഭവിച്ചത്? USA ലീഡിങ് ടു മാസീവ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഗ്ലോബൽ എക്കണോമിക് ഡൗൺ ടേൺസ്. അത് വലിയ രീതിക്കുള്ള എന്താ പറയുക ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്താ പറയുക ഗ്ലോബൽ എക്കോണമി, അമേരിക്ക മാത്രമല്ല പല മേജർ എക്കോണമിയും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് എക്കോണമിയും ശക്തമായിട്ട് താഴോട്ടേക്ക് പൂപ്പ് കൂത്തിയ ഒരു ടൈം പീരീഡ് ആയിരുന്നു 1929. ഓക്കെ, അതുപോലെ തന്നെ 1987 ബ്ലാക്ക് മൺഡേ സ്റ്റോക്ക് മാർക്കറ്റ്സ് വേൾഡ് വൈഡ് ക്രാഷ് വിത്ത് ദ ഡൗ ജോൺസ് ഡ്രോപ്പിംഗ് 22% ഇൻ എ സിംഗിൾ ഡേ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതായത് ഒരു ദിവസം 22%, അതും ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലീഡിംഗ് ആയി നിൽക്കുന്ന ഒരു കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡിസസ് ഇടിഞ്ഞു വീഴുക എന്ന് പറയുന്നത് അത്രത്തോളം ഭീകരമായൊരു സംഭവമായിരുന്നു അല്ലേ. 1990 .com ബബിൾ, ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ടെക്നോളജി കമ്പനീസ് ഡ്രാസ്റ്റിക്കലി ഇമ്പാക്റ്റഡ് ഗ്ലോബൽ മാർക്കറ്റ്സ്. അതായത് ടെക്നോളജി കമ്പനികളൊക്കെ വളരെ ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ടൈം പീരീഡിൽ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തോ ഒരു ഇത് കാരണം ഗ്ലോബൽ സെല്ലിങ് കാരണം ശക്തമായിട്ട് ഇടിഞ്ഞ് താഴേക്ക് വീണു അല്ലേ. .com ബബിൾ ക്രാഷ്. അതുപോലെ തന്നെ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, എ കൊളാപ്സ് ഓഫ് ദ ഹൗസിംഗ് മാർക്കറ്റ്സ് ഇൻ ദ USA കോസ്റ്റ് എ വേൾഡ് വൈഡ് എക്കണോമിക് റിസഷൻ. 2008 എന്താ പറയുക ലാമാൻ ബ്രദേഴ്സ് കൊളാപ്സ്, അതൊക്കെ സംഭവിച്ചത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് ഗ്ലോബൽ എക്കോണമി അല്ലെങ്കിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഹൗ ഗ്ലോബലൈസേഷൻ ചേഞ്ച്ഡ് സ്റ്റോക്ക് മാർക്കറ്റ്സ്. ഇനി അതായത് 1992 ടൈം പീരീഡിലാണ് എന്താ പറയുക ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം പോലെയുള്ള സംഭവമൊക്കെ നടന്നിട്ടുള്ളത് അല്ലേ, നമ്മുടെ ഇന്ത്യയിലെ കേസിലായാലും. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ നൗ മോർ ഇൻ്റർകണക്റ്റഡ് ഡ്യൂ ടു അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ്സ്. ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോർ ഇൻ്റർകണക്റ്റഡ്, പല രാജ്യങ്ങളിലായിട്ട് ടൈഡപ്പാണ് അല്ലെങ്കിൽ ടൈഡപ്പാണ് ഡ്യൂ ടു അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജീസ് ആൻഡ് ട്രേഡ് എഗ്രിമെൻറ്റ്സ്. എമർജിംഗ് മാർക്കറ്റ്സ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന ഹാവ് ബിക്കം മേജർ പ്ലെയേഴ്സ് ഇൻ ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് എമർജിംഗ് മാർക്കറ്റ്, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇന്ത്യയും ചൈനയാണ് ഇപ്പം വളരെ വലിയ മേജർ പ്ലെയേഴ്സ്, ശക്തമായിട്ടുള്ള കളിക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ബ്രോട്ട് സിഗ്നിഫിക്കൻറ്റ് ലിക്വിഡിറ്റി ആൻഡ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ടു ഇന്ത്യൻ മാർക്കറ്റ്സ്. ഫോറിൻ FIIസും അതുപോലെ തന്നെ DIIs ഉണ്ടല്ലേ. അതിൽ FIIs വളരെ ശക്തമായിട്ടുള്ള ലിക്വിഡിറ്റി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക വളരെ ശക്തമായിട്ടുള്ള ഒരു പങ്കാണ് FIIs വഹിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അധികം പൈസ നിക്ഷേപിക്കുന്ന FIIസിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു സമ്മറി പറയുകയാണ്. കീ ടേക്ക് അവേസ് ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്ററി. സ്റ്റോക്ക് മാർക്കറ്റ്സ് ഗ്രോ ആൻഡ് ഇവോൾവ് വിത്ത് ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് അഡ്വാൻസ്മെൻറ്റ്.
അതായത് പണ്ട് പലതരത്തിലുള്ള ടെക്നോളജിക്ക് കുറവുണ്ടായിരുന്നു. പിന്നീട് ടെക്നോളജി ഗ്രാജുവലായിട്ട് വളരുന്നതിനനുസരിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ പറയുക ആ ഒരു തരത്തിലുള്ള ഒരു വളർച്ച കണ്ടുവന്നിട്ടുണ്ടല്ലേ. സോ ഭാവിയിലും ഇത് സംഭവിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ChatGPT ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പല രീതിക്കുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രേഡിംഗ് അൽഗോരിതമിക് ട്രേഡിംഗ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഇനിയും ടെക്നോളജി കൂടുതലായിട്ട് ഇവോൾവ് ചെയ്യുന്നൊരു ടൈം പീരീഡിൽ ഇതിനേക്കാളും വളരെ എളുപ്പമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ട്രേഡിംഗ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു. മാർക്കറ്റ് സൈക്കിൾസ് ഓഫ് ബൂംസ് ആൻഡ് ക്രാഷസ് ആർ നാച്ചുറൽ ബട്ട് ഓഫർ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. ഇതൊക്കെ എന്താ പറയുക ഒരു സൈക്ലിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് വലിയ വലിയ മാർക്കറ്റ് ക്രാഷുകളൊക്കെ സംഭവിക്കുന്നത്. സോ ആ ഒരു സമയമൊക്കെ നിങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് മാർക്കറ്റിലേക്ക് കൂടുതൽ പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് ലൈക്ക് സെബി ആൻഡ് SEC എൻഷുവർ ഫെയർനെസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ട്രേഡിംഗ്. അതായത് ഈ റെഗുലേറ്ററി ഏജൻസികൾ അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റികളൊക്കെ ഇനി വരും കാലങ്ങളിൽ കൂടുതലായിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റ് കൂടുതലായിട്ടും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും. ഗ്ലോബൽ ഇവൻറ്റ്സ് സച്ച് ആസ് ഫിനാൻഷ്യൽ ക്രൈസിസ് ക്യാൻ ഹാവ് എ റിപ്പിൾ ഇഫക്റ്റ് അക്രോസ് കൺട്രീസ് അഫക്റ്റിംഗ് ഓൾ മാർക്കറ്റ്സ്. ഓക്കെ, ഇനി എന്താണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് വൈ ഡു കമ്പനീസ് ലിസ്റ്റ് ഷെയർസ് IPO എക്സ്പ്ലെയിൻഡ്. അതായത് എന്തിനാണ് കമ്പനി ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ എക്സ്പ്ലോർ വൈ കമ്പനീസ് ഗോ പബ്ലിക്, ദ IPO പ്രോസസ് and its significance for business and investors. The stock market is filled with individuals who know the price of everything but the value of nothing. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കൂട്ടം ആളുകളാൽ നിറഞ്ഞതാണ്. എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കിൻ്റെയും വില എന്താണെന്ന് അറിയാം, പക്ഷേ ഓരോ സ്റ്റോക്കിൻ്റെയും മൂല്യം എന്താണെന്ന് പലരും അറിയുന്നില്ല. വെറുതെ ഒരു സ്റ്റോക്ക് അപ്പാവുന്നുണ്ടെന്ന് കണ്ടിട്ട് വാങ്ങുകയും വെറുതെ ഒരു സ്റ്റോക്ക് ഡൗൺ ആവുന്നുണ്ടെന്ന് കണ്ടിട്ട് വിൽക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹമാണ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത്. നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു രീതിക്കാണ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.